നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെയും കറൻറ്റ് ഫീലിങ്സാണ്. ഫസ്റ്റ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതായ ആവശ്യമില്ല. നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്നുവെങ്കിൽ മാത്രം റീഡിംഗ് പൂർണ്ണമായി കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ ഇതിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ്. അതായത് ഒരു പുതിയ ലോകം തേടിപ്പോയ ഒരു സാഹചര്യത്തെ, അല്ലെങ്കിൽ ഒരു പുതിയ വിജയം നേടിയെടുത്ത ഒരു അവസ്ഥയായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയത്. ചിലപ്പോൾ അതൊരു വാശിയുടെ പുറത്താവാം, അല്ലെങ്കിൽ ഒരു വിജയം, ഒരാളെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ പുറത്തും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ഈ വ്യക്തി കടന്നു പോയതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങളെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നിന്നും ഒരു വിജയം നേടിയെടുക്കുക, ഇങ്ങനെ ഏതൊക്കെയോ ഒരു ലക്ഷ്യത്തോടു കൂടി വളരെയധികം ഒരു പക്വതയില്ലായ്മയോടുകൂടി ചിന്തിച്ച് നിങ്ങളിൽ നിന്നും പോയൊരു വ്യക്തിയെയാണ് കാണുന്നത്. അതായത് ഒരു ദീർഘവീക്ഷണമില്ലാതെ, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു എടുത്തുചാട്ടം എന്നൊക്കെ പറയാം, ഒരു ഫുൾ എനർജി പോലെ മുന്നും പിന്നും നോക്കാതെ വെട്ടെങ്കിൽ മുറി രണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങളിൽ നിന്നും പെട്ടെന്ന് കടന്നുപോയത്. കാരണം നിങ്ങളും അവരും തമ്മിൽ അത്രത്തോളം ഇമോഷണലി ചിലപ്പോൾ നിങ്ങൾ നല്ലപോലെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ അവർക്ക് പ്രാധാന്യം കൊടുത്ത വ്യക്തികളാവാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിനൊരു ഭയമില്ലാണ്ട് നിങ്ങളിൽ നിന്ന് അവർക്ക് പോകാൻ സാധിച്ചത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കെയറിങ്ങും ഏറ്റവും കൂടുതൽ സ്നേഹവും ഒക്കെ എവിടെ കൊടുക്കുന്നു, അവിടെയാണ് ഏറ്റവും കൂടുതൽ വേദനകളും അവഗണനകളൊക്കെ നമുക്ക് നേരിടേണ്ടി വരിക എന്നാണ് പറയുന്നത്. നമ്മളൊരു മിതത്വം പാലിച്ച് നിൽക്കുന്നിടത്തുള്ള എല്ലാ സാഹചര്യങ്ങളും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ അമിതമായി എന്ത് കാര്യത്തിലേക്കാണോ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നത്, ഏത് കാര്യത്തെയാണോ നമ്മൾ മുറുകെ പിടിക്കുന്നത്, അത് നമ്മളിൽ നിന്നും പെട്ടെന്ന് വിട്ടുപോകുമെന്നുള്ളതാണ് ഒരു പ്രകൃതി നിയമം തന്നെയാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കാം ഇത് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു ലോകം, മറ്റൊരു സക്സസ്, അല്ലെങ്കിൽ ഒരു തോൽപ്പിക്കൽ, ഇതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് പോയതായിട്ട് കാണുന്നു. പക്ഷേ ഇപ്പോൾ അവർ പാസ്റ്റിലേക്ക് നോക്കി ഭയപ്പെടുകയാണ്. കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കത്തുമില്ല. ഈ സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിപ്പെടാനും സാധിക്കാത്തൊരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. കാരണം പിന്നിൽ ഒരുപാട് ചൂഷണങ്ങളാവാം, ശത്രുതയാവാം, അവർ ചിന്തിക്കാത്ത ഒരുപാട് പെയിൻ ഉൾക്കൊള്ളുന്ന, അതായത് വേദനാജനകമായ കുറേ സാഹചര്യങ്ങളെ അവരിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നേരിടുന്നു. അവർ പാസ്റ്റിലേക്ക് നോക്കി ദുഃഖത്തോടു കൂടിയും അതുകൊണ്ട് തന്നെ വേദനയോടു കൂടിയും അവർ പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ ഇമോഷൻ, പുതിയൊരു സ്റ്റാർട്ടിങ്, ഇതൊക്കെ വീണ്ടും ആ ഒരു പഴയ എടുത്തുചാട്ടം പോലെ തന്നെ ഇപ്പോഴും ചിന്തിക്കുന്നു തിരിച്ചു പോരുക എന്നതിനെക്കുറിച്ച്. അതായത് അവർക്കൊരു ചീറ്റിംഗ് സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അവർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പോസിറ്റീവായ യാതൊരു കാര്യങ്ങളും ലഭിക്കുന്നില്ല. അവർ അവിടെ ഒരു സംരക്ഷണമില്ലാത്തൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന അവർ ചിന്തിച്ച പോലെ ഒരു ഫാമിലിയോ ഒരു ഒത്തൊരുമയോ ഹാപ്പിനെസ്സോ ഇതൊന്നുമില്ലാതെ അവർക്ക് ഒരുപാട് കുഴപ്പങ്ങൾ, നെഗറ്റീവായ സാഹചര്യങ്ങളാണ് അവരുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു പുതിയ ഇമോഷനും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു പോയ വ്യക്തിയാണ്. എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് ഓർത്ത് അങ്ങോട്ടേക്ക് പോയെങ്കിലും അവർക്കവിടെ യാതൊരു രീതിയിലും ഒരു പോസിറ്റിവിറ്റി അല്ല, പല കുഴപ്പങ്ങളെയും നേരിടേണ്ട വരുന്നു. അവിടെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് വളരെയധികം പിരിമുറുക്കം സൃഷ്ടിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഒരുപാട് കുഴപ്പം, അതുപോലെ സംശയങ്ങൾ,
ബുദ്ധിമുട്ടൊക്കെയാണ് ആ ഒരു സാഹചര്യത്തിൽ അനുഭവിക്കുന്നത്. അതായത് അവർ അവിടെ ചെന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് നെഗറ്റീവായ, അവർ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റായ സാഹചര്യങ്ങളെ അവരിപ്പം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കറൻറ്റ് സിറ്റുവേഷനിൽ. തേർഡ് പാർട്ടി ഫീലിങ്സ് എന്ന് പറയുന്നത് ഇവർക്കും അവർക്കും തമ്മിൽ ഒത്തുപോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അതൊരു ഫാമിലിയിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു പോയവരാവാം കേട്ടോ. അവരുടെ ആ പഴയ ഒരു ലൈഫിലേക്ക്, അച്ഛനമ്മമാരുടെ അരികിലേക്ക് പോയ വ്യക്തികളെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അവർക്ക് അവിടെ ഒരു നീതി കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. അവരെ അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നു. അവരെങ്ങനെയാണോ വിചാരിച്ചത്, എന്താണോ ആഗ്രഹിച്ചത്, അതിൻ്റെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ, എന്തൊക്കെയോ രഹസ്യങ്ങൾ അവർക്ക് ഉള്ളിലുണ്ട് എന്ന് ഈ വ്യക്തി, നമ്മുടെ പേഴ്സണിന് മനസ്സിലാകുന്നൊരു സാഹചര്യമാണ്. അവർ ചെന്ന് ആ ഒരു തേർഡ് സിറ്റുവേഷനിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇപ്പം നിറവേറ്റേണ്ടതായ ഒരു സാഹചര്യം വരുന്നു. അവരെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയുടെ പ്രസൻസാണ് അവരെ അവിടെ നിന്ന് പിന്മാറാൻ പറ്റാത്ത വിധം ബ്ലോക്കേജ് വരുത്തുന്നത്. അതൊരു ലേഡി ഒരു നെഗറ്റീവായി, അതായത് ധനത്തിനോട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളോട് ഒരുപാട് അട്രാക്ഷനുള്ള ഒരു ലേഡിയുടെ പ്രസൻസിലാണ് അവർ അവിടെ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നത്. അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാനോ മറ്റൊരു സാഹചര്യം നേടിയെടുക്കാനോ തേടാനോ പറ്റാതെ ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ അവിടെ അനുഭവിക്കുന്നത് അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നിരിക്കുകയാണ്. അവരാരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, മധ്യസ്ഥത നോക്കുന്നുണ്ട്, ഇമോഷണലി ഹാപ്പി ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കിടയിൽ നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ആരൊക്കെയോ മധ്യസ്ഥം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അതിലവരൊരു ഇച്ചിരി സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു പ്രസൻറ്റ്, ഇടയ്ക്കാണെങ്കിലും ഒരു പ്രസൻസ് അവർക്ക് കിട്ടുന്നു എന്നതുകൊണ്ട് അവർ കുറച്ചൊക്കെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവരവിടെ ഭയങ്കരമധികം ഉത്തരവാദിത്തം ആവശ്യമില്ലാത്ത, അതായത് സാമ്പത്തികമായ ചുമതല വഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ അതായത് അത് ഉപയോഗിക്കാൻ അവർക്കൊരു പക്വതയൊന്നുമില്ല. നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആ ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ്. അവർക്ക് ഇപ്പോൾ സാമ്പത്തികത്തെക്കുറിച്ച് അത് യൂസ് ചെയ്യാനും അത് കയ്യിൽ നിന്ന് പോകാതെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കാനൊന്നും കഴിയില്ലാത്ത ഒരു വ്യക്തിയാണ് കാണുന്നത്. അതുകൊണ്ട് അതിലൊക്കെ അവർ അമിതമായ ചുമതല അല്ലെങ്കിൽ ഭാരം ചുമക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ ലോസ്, അവർക്ക് നല്ലപോലെ സാമ്പത്തിക നഷ്ടവും സംഭവിക്കുന്നുണ്ട്. അതുപോലെ അവഗണനയുണ്ട്. അവരവിടെ ഒരു അവഗണിക്കപ്പെടുന്നൊരു ഫീലിലാണ് നിൽക്കുന്നത്. അവർക്കൊരു സ്നേഹവും സമാധാനവും ഒന്നും കിട്ടുന്നില്ല. അവർ ശരിക്കും ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ കരിയർ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ബാലൻസ് കിട്ടുന്നില്ല. അവർ ആ ഒരു സാഹചര്യത്തിൽ ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്കൊരു ബാലൻസ് ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതായത് അവർക്ക് വളരെയധികം എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാലോ എന്നും, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ജോലി നേടിയെടുത്താലോ എന്നും, അല്ലെങ്കിൽ ഒരു മറ്റൊരിടത്തേക്ക് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോയാലോ എന്നെല്ലാം അവർ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അത്രത്തോളം മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് കാണുന്ന ഈ ഒരു സിറ്റുവേഷനിൽ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് യാതൊരു ഹാപ്പിനെസ്സും ഇല്ല, മാനസികമായ വിഷമമാണ്. അപ്പോൾ അതൊന്നും ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ്. ഈ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്കൊന്ന് മാറിപ്പോയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്കിടയിൽ നടക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. ഒന്നെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയത് സാമ്പത്തികം ഒരുപാടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല, അതൊരു വെറും ഒരു ഇമാജിൻ, ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിലും, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന. അവിടെ ഒരു കുഴപ്പമല്ലാതൊരു വിജയം, ഒരു പൂർണ്ണതയില്ല, ഒരു നെഗറ്റീവായ സിറ്റുവേഷനാണ്. അവർക്ക് അവരുദ്ദേശിച്ച രീതിയിൽ
രീതിയിൽ ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അവർക്ക് നേരെ ഓപ്പോസിറ്റ്, അവരെന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെയാണ്. അവരെ മുതലെടുക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണിനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യം അവിടെ നിന്ന് എന്തൊക്കെയോ ചെറിയ ചെറിയ ഒരു പ്രൊട്ടക്ഷനും ഒരു സപ്പോർട്ടിങ്ങും കിട്ടിയതിൻ്റെ പുറത്താണ് പോയതെങ്കിലും ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അവർ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. അവർക്കിപ്പോൾ അവരുടെ സ്വപ്നങ്ങളൊന്നുമില്ല, അവർക്കൊന്നുമില്ല അവരുടെ മുന്നിൽ. അവർക്ക് നീതിപരമായ അല്ലെങ്കിൽ ഒരു ന്യായപരമായ ഒന്നുമില്ല. വളരെ മോശമായ ഒരു സാഹചര്യമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്ന ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നമുക്ക് എല്ലാത്തിനോടും ഒരു താല്പര്യമില്ലായ്മ, അതായത് ഭൗതികമാകുന്ന എല്ലാ കാര്യങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന ഒരവസ്ഥ. അതായത് അവർക്ക് ഒരുപാട് അട്രാക്ഷനും ഫീലിങ്സും ഒരു സുഖവും സന്തോഷവും ഒക്കെ പ്രതീക്ഷിച്ച് ചെന്ന സ്ഥലത്ത് ഇതൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അവർക്കെല്ലാം ത്യജിച്ച അവസ്ഥയാണ്. അവർ ത്യാഗം ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടൽ, ആരുമില്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആരുടെ ഹെൽപ്പോ സഹായമോ അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ ചുറ്റുമുള്ള ഒരു സാഹചര്യങ്ങളും അവരെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർ വളരെ വിശ്വസ്തയോടുകൂടി കയറി ചെന്ന ഒരു സ്ഥലമാണ് തേർഡ് പാർട്ടി സാഹചര്യം എന്ന് പറയുന്നത്. അവിടെ അവർക്ക് എല്ലാ രീതിയിലും ഒരുപാട് ഹെൽപ്പും സഹായവും ഒക്കെ ഉണ്ടാകും. കാരണം നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു പക്വതയില്ലാത്തൊരു വ്യക്തിയാണ് കാണുന്നത്. അവർക്കൊരു പക്വതയോടുകൂടി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കാനൊന്നും കഴിവുള്ള വ്യക്തിയല്ല. അവരെല്ലാം എടുത്തു ചാടി ചെയ്യും. ദേഷ്യമാണേലും പെട്ടെന്ന് ദേഷ്യപ്പെടും. ഒരു കാര്യം വേണ്ട എന്ന് വെക്കുന്നതും പെട്ടെന്ന് മുന്നും പിന്നും നോക്കാതെ ഒരു പക്വതയോടുകൂടി ചിന്തിക്കാത്ത വ്യക്തികളെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അവർ അമിതമായിട്ടും സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിൽ നേരിടുന്ന, അതായത് ആ ഒരു സാഹചര്യത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മുഖങ്ങൾ, സ്ട്രെങ്താണ്, രണ്ടു ഫേസോടുകൂടി പെരുമാറുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ചെന്ന് ചാടി. അല്ലാണ്ട് ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ ലോകം ഉയർച്ച ഭയങ്കരം സക്സസ് ഒക്കെ പ്രതീക്ഷിച്ചാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചെന്നെങ്കിൽ ഇപ്പോൾ അവർ കാണുന്ന മറ്റൊരു മുഖമാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടാണ് ആ ഒരു സാഹചര്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള വ്യക്തികളെന്ന് പറഞ്ഞാൽ ഇവരെ മുതലെടുത്ത് അവരൊരു ബൗണ്ടറി ഉണ്ടാക്കി അതിനുള്ളിൽ ഇവരെ യൂസ്ഫുള്ളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവർക്ക് യാതൊരുവിധ വാല്യൂമില്ല, അവഗണനയാണ്, നഷ്ടമാണ്, അമിത അധ്വാനമാണ്. അവർക്ക് ചുമക്കാൻ വയ്യാത്ത പല ഉത്തരവാദിത്തങ്ങളും സാമ്പത്തിക ബാധ്യത വരെ ഇവരുടെ തലയിൽ വെച്ച് കിട്ടിയ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് മുഖത്തോടു കൂടി പെരുമാറി പുറമേ കാണിക്കുന്നതല്ല അവരുടെ ഹൃദയം. അതുകൊണ്ട് അവരവിടെ ഊർജ്ജസ്വലമായിട്ട് അവരൊരു ബൗണ്ടറി ഉണ്ടാക്കി അവരതിനകത്ത് വളരെ സേഫായിട്ടിരിക്കുകയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇമോഷണലി ഒക്കെ വേറെ ചോയ്സും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റാളുകൾക്ക് പ്രാധാന്യം അവിടെയുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല അവിടെ പ്രാധാന്യം മറ്റൊരു സാഹചര്യത്തിനാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇമോഷണലി നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒന്നുമല്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മറ്റൊരു പേഴ്സൻ്റെ സ്ഥാനമുള്ളൂ. അവിടെ ഒരു തേർഡ് സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ യാതൊരുവിധ വാല്യൂവും കാണുന്നില്ല. അവർ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെട്ടൊരു സാഹചര്യമാണ്. അവർക്കവിടെ യാതൊരു വിലയുമില്ല. ശരിക്കും നിരാശയും വഞ്ചനയും അനുഭവിക്കുകയാണ്. അവർ ചിന്തിച്ചതല്ല അവർക്ക് ലഭിച്ചതെന്ന് മനസ്സിലാവുന്നു. അവിടെ മറ്റു വ്യക്തികൾക്കും മറ്റു സാഹചര്യങ്ങൾക്കുമാണ് പ്രാധാന്യമെന്നും അവിടെ ഇമോഷൻ, അതായത് അവരുടെ ആ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ചിലപ്പോൾ പണത്തിനോട് കാണിക്കുന്നൊരു പ്രാധാന്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കാണ് അവിടെ പ്രാധാന്യം. നിങ്ങളുടെ പേഴ്സണിന് യാതൊരു പ്രാധാന്യവും തേർഡ് സിറ്റുവേഷനിൽ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഇനി കാലക്രമേണ അത് നഷ്ടപ്പെടും. ഇപ്പോൾ ഉള്ള പോലും വാല്യൂ പിന്നീട് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഉണ്ടാവാതെ പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പം നിങ്ങളുടെ വാല്യൂ, നിങ്ങൾക്കൊരു വിലയുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴം, നിങ്ങളോടൊത്തുണ്ടായിരുന്ന ഒരു
സന്തോഷം, സമാധാനം ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ഇപ്പം പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ, ആ ഒരു സോൾമേറ്റ്, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു ബ്ലെസ്സിങ്സ്, സന്തോഷം, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം, സത്യസന്ധത ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ വളരെ വ്യക്തമായും ഈ സാഹചര്യത്തിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവർ പുറമെ പ്രകടിപ്പിക്കുന്നില്ല. ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ എന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ആ നഷ്ടപ്പെട്ടു പോയത് വീണ്ടും സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നെങ്കിൽ എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു കാരണവശാലും ആ ഒരു സാഹചര്യം ഉടനെ നിങ്ങളിലേക്ക് എത്തിച്ചേരില്ല, അല്ലെങ്കിൽ അവരിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റില്ല. കാരണം ഫാമിലിയുടെ ഭയങ്കരമായ എതിർപ്പും തടസ്സവും നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിനുള്ളിൽ വളരെ വ്യക്തമായിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കുന്ന അതേ സ്പീഡിന് നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയിലേക്കോ ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളിലേക്കോ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. ഒരു കൊടുക്കൽ വാങ്ങൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടതായ ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം, പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു, നിങ്ങൾ അവർക്ക് വേണ്ടി നൽകിയിരുന്ന സർവ്വ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് ശുദ്ധിയോടുകൂടി, എത്രത്തോളം പവിത്രമായിരുന്നോ അത്രത്തോളം പവിത്രതയോടുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നത് 100% ഉറപ്പാണ്. പക്ഷേ ആ ഒരു തടസ്സം, ഫാമിലിയുടെ തടസ്സം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിക്കുമെന്നതിന് ഒരു മാറ്റവുമില്ല. ടൈം എടുക്കും, കാലതാമസമുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ലതുപോലെ പ്രെയർ ചെയ്യുക നിങ്ങളുടെ ഒരു മാറ്റത്തിന് വേണ്ടി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നല്ലതുപോലെ പ്രെയർ ചെയ്യുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. മാക്സിമം നിങ്ങളെക്കൊണ്ട് സാധിക്കും പോലെ പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്കിവിടെ ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബി അസേർട്ടീവ് എന്നാണ്, ഉറച്ചു നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് സാഹചര്യങ്ങൾ നേരിടാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങൾ വ്യക്തമാക്കുകയും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം പിന്തുടരുകയും വേണം. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നത് അത് ക്ഷമ ചോദിക്കാൻ ഒന്നുമല്ലെന്ന് ഓർമ്മിക്കുക. സുരക്ഷിതവും നീതിയുക്തവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ചുറ്റുമുള്ളവരുമായി അതിരുകൾ സജ്ജമാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആദരവ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതിനായി നിങ്ങളുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുക. അതായത് നിങ്ങളുടെ സത്യസന്ധതയും നന്മയും നിങ്ങളുടെ കഴിവുകളും ഒന്നും നിങ്ങൾ മാറ്റിവെക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാലാഹ നിങ്ങളോട് പറയുന്നത് ഏത് ബാലൻസ് ഇല്ലായ്മയാണോ, ഏതൊക്കെ രീതിയിലാണോ നിങ്ങൾക്ക് തമ്മിലൊരു അകലം ഉണ്ടാകുന്നത് അത് ഒരേപോലെ ഈക്വാലിറ്റി നിങ്ങളിലേക്കൊരു തുല്യതയായിട്ട് രണ്ട് സാഹചര്യങ്ങളും നിങ്ങളുടെ രണ്ട് കൈകൾക്കുള്ളിൽ സുരക്ഷിതമായി ഒരു സമയത്ത് വന്നു ചേരും. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി ഇരിക്കുക. നമ്മളിലേക്ക് വരാനുള്ളത് നമ്മളിലേക്ക് എത്തിച്ചേരും. എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് അർഹതയില്ലാത്തതാണ് നമ്മളിൽ നിന്ന് പോയതെങ്കിൽ നമുക്കൊരിക്കലും അത് കിട്ടില്ല. അത് കാലക്രമേണ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് നിങ്ങൾ പോലും അറിയാതെ മാഞ്ഞു പോവുകയും നിങ്ങളൊരു പുതിയ വ്യക്തികളായി തീരുകയും ചെയ്യും കേട്ടോ. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന റീഡിങ്ങുകൾ വേറെ വരുമെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ മറ്റേതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എനിക്ക് കിട്ടിയ എനർജി ഞാൻ നിങ്ങളിലേക്ക് നൽകി. എല്ലാവർക്കും നന്മ വരട്ടെ. ഗോഡ് ബ്ലെസ് യു.